തിരുനാമം മാത്രമാണ് ആത്മാവിൻ ആലംബം. ഒരു മാത്ര നേരം പോലും പിരിയാത്ത മിത്രമായി, ഒരു മാത്ര നേരം പോലും പിരിയാത്ത മിത്രമായി അരികെയാണഞ്ഞെന്നെ ശരിയായ മാർഗത്തിൽ ഇടരാതെ മുന്നേറാൻ ഒളിയേകുക പാലകനെ. പരനെ തിരുകൃപയാൽ തവ ഗതിയെ അനുഗമിപ്പാൻ വരമേകുക പരമാത്മജ കരുണാമയ സദയം. എൻ ജീവനാഥനാ എൻ പ്രിയ യേശുവേ, തിരുനാമം ഒന്നു മാത്രമാണ് ആത്മാവിൻ ആലംബം. വചനത്തിൻ ആഴങ്ങളിൽ വേരൂന്നി പുഷ്ടി വയ്പ്പാൻ, വചനത്തിൻ ആഴങ്ങളിൽ വേരൂന്നി പുഷ്ടി വയ്പ്പാൻ, ഇലവാടാത്തരുവായി സഹജർക്കു താങ്ങായി തണലായി സൗരഭമായി തത്സമയെ ഫലമേകാൻ പരനെ തിരുകരത്താലെന്നെ വെടിപ്പായി ചെത്തിയൊരുക്കി ദിനവും തവ ഹിതാത്മഫലത്താലെന്നെ നിറയ്ക്കാം. എൻ ജീവനാഥനാ എൻ പ്രിയ യേശുവേ, തിരുനാമം ഒന്നു മാത്രമാണ് ആത്മാവിൻ ആലംബം. തിരുനാമം ഒന്നു മാത്രമാണ് ആത്മാവിൻ ആലംബം. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ സ്വർഗീയ രാജാവേ, അവിടുത്തെ മഹത്വ സ്ഥാനത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലായി ഞങ്ങൾ ഇരിക്കുന്നുവെങ്കിലും ഞങ്ങൾ എല്ലാവരും അവിടുത്തെ ചിറകടിയിൽ, അവിടുത്തെ പാദപീഠത്തിൽ ആകുന്നുവല്ലോ. അവിടുത്തെ തേജസ്സേറിയ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെക്കുറിച്ച് ധ്യാനിക്കുവാൻ, നിന്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ, കർത്താവെ, നിന്റെ ജീവനിൽ ഞങ്ങൾ ജീവൻ പ്രാപിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ നിന്റെ പാദപീഠത്തിൽ ഇരിക്കട്ടെ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ സന്നിധിയുടെ സന്തോഷവും നിന്റെ വലത്തുഭാഗത്തെ പ്രമോദങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. 1993 എഴുതിയ ഒരു പാട്ടാണ് ഇന്ന് ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എൻ ദൈവമേ, നിന്നെ കണ്ടൊരു നാൾ മുതൽ എന്നുള്ള ആനന്ദ സമ്പൂർണമേ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം ഞാൻ ഇവിടെ എല്ലാം ആലപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും അത് ആലപിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. 1993 ഒരു സൺഡേ, ഒരു ഞായറാഴ്ച രാവിലെ ഞാൻ പള്ളിയിൽ പോകുന്നതിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
എൻ്റെ ലെഫ്റ്റ് സൈഡില് നെഞ്ചിലൊരു വലിയ വേദന ഉണ്ടായി. ഞാൻ വേർത്തു വല്ലാതെ വിവശനായി. ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ജോർജ് കോശി, എൻ്റെ സ്റ്റുഡൻ്റാണ് ജോർജ് കോശി, ഞങ്ങളുടെ വീടിനടുത്തായിരുന്നു താമസം. പെട്ടെന്ന് തന്നെ ഡോക്ടർ ജോർജ് കോശിയെ പോയി കണ്ടു. അദ്ദേഹം താൽക്കാലികമായിട്ടുള്ള മരുന്നുകളൊക്കെ തന്നു. തിങ്കളാഴ്ച മെഡിക്കൽ കോളേജിൽ എത്തണം, എല്ലാ ടെസ്റ്റുകളും നടത്തണം, ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള എല്ലാ പരിശോധനകളും നടത്തണം എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഡോക്ടർ എന്നോട് പറഞ്ഞു, സാറിൻ്റെ പ്രസംഗ പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം, ഇനി പ്രസംഗിക്കാൻ പാടില്ല, അതുകൊണ്ട് എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ചയൊക്കെ തുടങ്ങി എനിക്ക് യാത്രകളൊക്കെ ഉണ്ട്, ഒന്നും ചെയ്യാൻ പാടില്ല, സാറെല്ലാം യാത്ര മുടക്കണം. എനിക്ക് പിറ്റേ ആഴ്ച കൊല്ലം ക്രേവൻ സ്കൂളിൽ കൊല്ലം CSI ചർച്ചിന്റെ സൗത്ത് കേരളയുടെ കൺവെൻഷൻ, 3 ദിവസത്തെ കൺവെൻഷന് പ്രസംഗിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ബുധനാഴ്ച ഞാൻ ഒരു അഖിലേന്ത്യാ പര്യടനത്തിന് പുറപ്പെടണമായിരുന്നു. ഗുജറാത്തിൽ ജോളി അച്ഛൻ്റെ ഇടവയിലായിരുന്നു ആദ്യത്തേത്, ബറോഡയില്. അവിടുത്തെ കൺവെൻഷൻ കഴിഞ്ഞ് പിന്നെ എനിക്ക് രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, ബീഹാർ, ഒഡീഷ, ഈ സ്റ്റേറ്റുകളിലെല്ലാം കൺവെൻഷൻ ക്രമീകരിച്ചിരുന്നു. അതൊരു ചെയിൻ കൺവെൻഷൻ ആയിരുന്നു, പ്രോഗ്രാം ആയിരുന്നു. അതെല്ലാം ഫൈനലൈസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു. അപ്പോഴാണ് ഡോക്ടർ ജോർജ് കോശി പറയുന്നത്, സാറ് എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്യണം എന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് മടങ്ങി വീട്ടിലെത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ തീരുമാനിച്ചു, നാളെ മെഡിക്കൽ കോളേജിൽ പോകുന്നില്ല, ഒരു പരിശോധനയും നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചു. അതുമാത്രമല്ല, ആ ആഴ്ച അവസാനം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന കൊല്ലം ക്രേവൻ സ്കൂളിൽ നടക്കുന്ന വലിയ കൺവെൻഷനിൽ പ്രസംഗിക്കും എന്ന് തീരുമാനിച്ചു. അതുമാത്രമല്ല, നോർത്ത് ഇന്ത്യൻ ടൂറിന് പോകണം, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന വചന ശുശ്രൂഷകൾ മുഴുവൻ പൂർത്തിയാക്കണം എന്ന ആഗ്രഹവും എനിക്കുണ്ടായി. ഒന്നും ഒരു നെഞ്ചുവേദനയുടെ പേരിൽ ക്യാൻസൽ ചെയ്യുവാൻ ഞാൻ തയ്യാറായില്ല. എൻ്റെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ ജോർജ് കോശിയുടെ വാക്കുകൾ ഞാൻ സ്നേഹപൂർവ്വം സ്വീകരിച്ചുവെങ്കിലും അദ്ദേഹം നിർദ്ദേശിച്ച ഒരു ക്യാൻസലേഷനും ഞാൻ നടത്തിയില്ല. അദ്ദേഹം പറഞ്ഞിരുന്നു, ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ. ക്രേവൻ സ്കൂളിലെ 3 ദിവസത്തെ കൺവെൻഷൻ ഞാൻ പോയി. വളരെ ശക്തിയേറിയ ദൂത് കൊടുക്കുവാൻ ആ 3 ദിവസവും ദൈവം എന്നെ എടുത്തുപയോഗിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ബുധനാഴ്ച ഞാൻ ഗാന്ധിധാം എക്സ്പ്രസിൽ ഗുജറാത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ബറോഡയിൽ ജോളി അച്ഛൻ്റെ പള്ളിയിലെ 3 ദിവസത്തെ കൺവെൻഷൻ, അതിനിടയിൽ രാജസ്ഥാനിലെ യാത്ര, അത് കഴിഞ്ഞ് ബംഗാളിലേക്കുള്ള യാത്ര, ബറോഡയിൽ ഗുജറാത്തിൽ UP യാത്ര, എല്ലാം ആ സമയത്തൊക്കെ ഇതെല്ലാം ക്രമമായി നടത്തി. 2 മാസം കഴിഞ്ഞാണ് മടങ്ങി ഞാൻ വീട്ടിലെത്തുന്നത്. അത് 1993 സംഭവിച്ച കാര്യമാണ്. എന്നാൽ അതിനുശേഷം 2012 എനിക്കൊരു അറ്റാക്ക് ഉണ്ടാകുന്നത്. എത്ര വർഷം കഴിഞ്ഞാണെന്ന് ഓർക്കണം. 1993 സാറിന്റെ എല്ലാ പ്രോഗ്രാംസും അവസാനിപ്പിക്കണം, സാർ ഇനി പ്രസംഗിക്കരുത് എന്ന നിർദ്ദേശം എനിക്ക് ലഭിച്ചത്. പക്ഷേ ഞാൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു, ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അമേരിക്കയിൽ വന്നതിന് ശേഷം തന്നെ 10-16 സ്റ്റേറ്റുകളിൽ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരുന്നു, പ്രസംഗിച്ചുകൊണ്ടിരുന്നു. 2012 നാട്ടിൽ വെച്ചാണ് എനിക്കൊരു അറ്റാക്ക് പിന്നീട് ഉണ്ടാവുന്നത്, ഒരു ആൻജിയോപ്ലാസ്റ്റി ഒക്കെ വേണ്ടി വന്നത്. അത്രയും നാളും ദൈവം എന്നെ അത്ഭുതകരമായ ശുശ്രൂഷയെ നിലനിർത്തി. അന്ന് ആ നെഞ്ചുവേദന ഉണ്ടായ സമയത്ത് ഞാനൊരു പാട്ടുപാടി. ആ പാട്ട് പാടിയതിനു ശേഷമാണ്, ആ ആദ്യത്തെ വരികൾ പാടിയതിനു ശേഷമാണ് ഡോക്ടർ ജോർജ് കോശിയുടെ അടുക്കിലേക്ക് ഞാൻ പോയത്. അന്ന് പാടിയ പാട്ടാണ്
എൻ ദൈവമേ, നിന്നെ കണ്ടൊരു നാൾ മുതൽ എന്നുള്ള ആനന്ദ സമ്പൂർണമേ, നിന്നെ പിരിഞ്ഞൊരു നാളും വാണിയിടുവാൻ മണ്ണിൽ തെല്ലും കുതിച്ചിടില്ല ഞാൻ. എൻ ദൈവമേ, നിന്നെ കണ്ടൊരു നാൾ മുതൽ എന്നുള്ള ആനന്ദ സമ്പൂർണമേ, നിന്നെ പിരിഞ്ഞൊരു നാളും വാണിടുവാൻ മണ്ണിൽ തെല്ലും കൊതിച്ചിടില്ല ഞാൻ. ഈ വരികൾ പാടിക്കൊണ്ട് ആണ് ഞാൻ ഡോക്ടറുടെ അടുക്കലേക്ക് പോകുന്നത്. എൻ്റെ ദൈവത്തെ ഞാൻ കണ്ട നാൾ മുതൽ എന്നുള്ളം ആനന്ദ സമ്പൂർണമാണ് എന്ന് എനിക്കറിയാമായിരുന്നു. 7/7/77 എന്ന് പറയുന്ന ആ ദിവസത്തിന് ശേഷം നിരന്തരം ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിക്കുന്ന കാലങ്ങളാണത്. അത് ആ സമർപ്പണത്തിന് ശേഷം പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. എന്നാലും ഓരോ ദിവസം കഴിയും തോറും ദൈവസന്നിധിയുടെ സന്തോഷം ഏറി വന്നതേയുള്ളൂ. നമുക്കറിയാമല്ലോ, വെള്ളം പൊങ്ങുമ്പോൾ ഇങ്ങനെ ഞാന് അച്ചൻകോവിലാറിന്റെ തീരത്താണ് വളർന്നത്. അതുകൊണ്ട് വെള്ളപ്പൊക്ക കാലത്ത് അവിടെ പോയി അടയാളം വെക്കും. അടയാളം വെക്കുന്നുണ്ടെ രാവിലത്തെ അടയാളം ഉച്ചയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് കാണത്തില്ല, അതൊക്കെ കഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ ഈ അടയാളം വെച്ച് വെള്ളത്തിന്റെ ഉയർച്ച കണ്ടെത്തിയ ഒരു കാലമുണ്ട്. അതേപോലെയായിരുന്നു ആത്മീയ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും എൻ്റെ ആത്മീയ സന്തോഷത്തിന്റെ നിറവ് വളർന്നു വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 77 ശേഷം 93 എത്തുമ്പോഴേക്കും എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പൂർണ്ണമായി ഏൽപ്പിക്കുന്നതാണ്. ഇനി എന്തെല്ലാം വന്നാലും ഡോക്ടർമാരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ കർത്താവിനെ മാത്രമേ അനുസരിക്കുകയുള്ളൂ. അവന്റെ ശുശ്രൂഷയിൽ ഒരു വീഴ്ചയും വരുത്തില്ല എന്ന് തീരുമാനിച്ച കാലങ്ങളാണത്. ശുശ്രൂഷയോടും എൻ്റെ കർത്താവിനോടും സുവിശേഷത്തോടുമുള്ള എൻ്റെ സമർപ്പണം ഓരോ ദിവസവും കഴിയും തോറും കൂടിക്കൂടി വന്ന ആ കാലങ്ങളാണ്. അതുകൊണ്ട് അന്ന് 73-ൽ 77-ൽ സമർപ്പിക്കപ്പെട്ട ആ ജീവിതത്തിന്റെ 93-ലെ ഒരു പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ എൻ ദൈവമേ, നിന്നെ കണ്ടൊരു നാൾ മുതൽ എന്ന ഗാനം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ജീവിതത്തിന്റെ ഒരു മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. അതിന്റെ ഓരോ ചരണവും അങ്ങനെ. അന്ന് ഞാൻ പാടിയ മറ്റൊരു ചരണമാണ് ഇതിന്റെ രണ്ടാമത്തെ ചരണം. രോഗം വന്നാലും വിയോഗം വന്നാലും ഞാൻ സ്തോത്രം പാടിയിടാൻ പഠിച്ചു മന്നിൽ. രോഗം വന്നാലും വിയോഗം വന്നാലും ഞാൻ സ്തോത്രം പാടിയിടാൻ പഠിച്ചു മന്നിൽ. ജീവിച്ചാലും മരിച്ചാലും എന്നേശുവിൻ പൊന്മാർവിൽ അല്ലോ വസിക്കുന്നു ഞാൻ. ജീവിച്ചാലും മരിച്ചാലും എന്നേശുവിൻ പൊന്മാർവിലല്ലോ വസിക്കുന്നു ഞാൻ. നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുണ്ടാവുന്ന പരിശോധനകളുടെ മധ്യത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അവസ്ഥ, വളർച്ച ഒക്കെ നാം വിലയിരുത്തേണ്ടത്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിലുള്ള ആശ്രയം വിസ്മരിക്കുകയും ചെയ്യുന്നത് ആത്മീക ജീവിതത്തിൽ നിരന്തരം അനേകരിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നൊക്കെ പറയുന്ന ആ പ്രഥമവും പ്രധാനവുമായ കാര്യമൊക്കെ നമ്മുടെ പല വിശ്വാസികളും മറന്നുപോകുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു നിർബന്ധമുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. ഞാൻ എല്ലാവരോടും പോയി രോഗം വരുമ്പോൾ സ്തോത്രം പറയണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ രോഗാവസ്ഥയിൽ കർത്താവിൽ ആശ്രയിക്കാതെ ഡോക്ടർമാരിലും മരുന്നിലും ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഞാൻ അസ്വസ്ഥനായി തീർന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എൻ്റെ വിശ്വാസം നിഷ്ഫലമാണെന്നർത്ഥം, എൻ്റെ വിശ്വാസം അർത്ഥശൂന്യമാണ് എന്നർത്ഥം.
അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥി കൂടിയായിരുന്ന ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കാതെ അടുത്തയാഴ്ച മുതൽ കൺവെൻഷനുകളിൽ നിരന്തരം പ്രസംഗിച്ചത്. അതും എൻ്റെ പ്രസംഗം നിങ്ങൾക്കറിയാമല്ലോ, ചില സന്ദർഭത്തിൽ ശബ്ദമൊക്കെ വളരെ കൂടിപ്പോകും. ഡോക്ടർ പറഞ്ഞാണ് ഒരു തരത്തിലും ശബ്ദം ഉയർത്തി പ്രസംഗിക്കരുതെന്ന്. പക്ഷെ അതിനുശേഷം എത്രയോ വർഷങ്ങൾ 4 നൂറ്റാണ്ടിലധികം കാലങ്ങൾ ഞാൻ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഓടി നടന്ന് പ്രസംഗിച്ചു. വളരെ ഉച്ചത്തിൽ പ്രസംഗിച്ചു. ഞാൻ ഉച്ചത്തിൽ പാടി ദൈവസന്നിധിയിൽ ആഹ്ലാദിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പാടിയത്, രോഗം വന്നാലും വിയോഗം വന്നാലും വേർപാട് വന്നാലും, രോഗത്തിന്റെ അവസ്ഥയിലും വേർപാടിന്റെ അവസ്ഥയിലും സ്തോത്രം പാടാൻ പഠിച്ചു മന്നിൽ എന്നാണ്. സ്തോത്രം പാടിയിടാൻ പഠിച്ചു മന്നിൽ. ആ പാഠം ജീവിതത്തിൽ എമ്പാടും പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ. രോഗം വന്നാൽ സ്തോത്രം പറയുക, ആദ്യം അതാണ്. സ്തോത്രം കർത്താവേ, ഈ വേദനയ്ക്കായി സ്തോത്രം, ഈ രോഗത്തിനായി സ്തോത്രം, ഈ പ്രയാസത്തിനായി സ്തോത്രം, ഈ പ്രതിസന്ധികൾക്കായി സ്തോത്രം. എല്ലാറ്റിനും ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞ് നിങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, അപേക്ഷയാലും സ്തോത്രത്തോടെ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അവൻ അത് നിവർത്തിച്ചു തരുന്നത് നമുക്ക് അത്ഭുതത്തോടെ അനുഭവിക്കുവാൻ കഴിയുമെന്ന് ഓർക്കണം. അതുകൊണ്ട് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ, സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുവാൻ എപ്പോഴും നാം ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ രോഗാവസ്ഥയിലും നമ്മുടെ മരണാവസ്ഥയിലും. എൻ്റെ പിതാവ് മരിക്കുന്നത് എൻ്റെ അസാന്നിധ്യത്തിലാണ്. പക്ഷേ ഞാൻ അന്ന് കണ്ണൂർ പാപ്പിനിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തൊരു കൺവെൻഷന് വേണ്ടി പോകേണ്ടിയിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ അറ്റാക്കായിട്ട് മാവേലിക്കര ജെംസ് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ഞാൻ ഡോക്ടറോട് എന്ന് ചോദിച്ചു, എനിക്ക് കൺവെൻഷന് പോകാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞു, ഒരു പ്രശ്നമില്ല സാർ ധൈര്യമായിട്ട് പൊയ്ക്കുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കൽ ചെന്നു. ആ കട്ടിലിന്റെ അരികിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ദാസനെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്, നീ സൗഖ്യമാക്കണം. അടിയന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അടിയൻ പോകുന്നു, അടിയനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു. എൻ്റെ അച്ചായൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ എഴുന്നേറ്റു. ഇപ്പൊ എന്നോട് പറഞ്ഞു, മോനെ, നീ 3 ദിവസത്തെ കൺവെൻഷൻ അല്ലയോ, 3 ദിവസം നിൽക്കണ്ട, 2 ദിവസം കഴിഞ്ഞ് പോരണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു സൂചന പോലെ തന്നതുപോലെ എനിക്ക് മനസ്സിലായി. 2 ദിവസം കഴിഞ്ഞ് പോരണം എന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും കൺവെൻഷന് പോയി. സ്തോത്രത്തോടെയാണ് കർത്താവിന്റെ സന്നിധിയിൽ തന്റെ ദാസനെ സമർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പോയത്. ഞാൻ പോയി 2ാമത്തെ ദിവസം രാവിലെ അവിടുത്തെ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ട് ആ പള്ളിയിൽ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് എൻ്റെ ബ്രദറിനല്ലോ വരുന്നത് ഞാൻ കണ്ടു. അപ്പോഴെനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു എന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ പിതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കൊരു ധൈര്യമുണ്ട്, കർത്താവെ, പ്രത്യാശയോടുകൂടെയാണ് ആ കർത്താവിന്റെ മകൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞത്. ഞങ്ങൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ആരാധിച്ചതിന് ശേഷമാണ്, ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പരസ്പരം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര പറഞ്ഞത്. സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയണം. വേദനയുടെ മധ്യത്തിൽ, രോഗത്തിന്റെ മധ്യത്തിൽ സ്തോത്രം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കുഞ്ഞുമോളുടെ പിതാവ്, എൻ്റെ ഫാദറിലോ, മരിക്കുന്നത് തിരുവല്ല മിഷൻ ഹോസ്പിറ്റൽ വെച്ചാണ്, സായിപ്പിന്റെ ആശുപത്രി എന്നൊക്കെ പറയുന്ന ഹോസ്പിറ്റലിൽ വെച്ചാണ്. അദ്ദേഹം മരിക്കുമ്പോൾ ഇതുപോലെ അദ്ദേഹത്തിന്റെ അരികിലിരുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ യാത്ര അയക്കുവാൻ എനിക്ക് കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ മാസം, ഈ മെയ് മാസം 21-ാം തീയതി വെളുപ്പിനെ എൻ്റെ പ്രിയതമയെ, എൻ്റെ പ്രിയപ്പെട്ടവളെ, സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആ തലയിൽ കൈവച്ച് ഞാൻ സ്തോത്രം പാടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കുഞ്ഞുമോൾ ഒരു ഇളങ്കാറ്റ് പോലെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. മരണത്തിന്റെ മുന്നിൽ, വേദനയുടെ മധ്യത്തിൽ, നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ യാഗമാണ് സ്തോത്രം. ഹല്ലേലൂയ! ഏറ്റവും വലിയ യാഗമാണ് സ്തോത്രം. കാളകളെയും കഴുതകളെയും ദൈവസന്നിധി, കാളകളെ അർപ്പിക്കുവാനല്ല ദൈവം നമ്മളോട് ആവശ്യം, നിങ്ങളുടെ ഹൃദയത്തെ ഒരു യാഗമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ സങ്കീർത്തനക്കാരൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഹൃദയങ്ങളെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ തകർക്കുവാൻ, യാഗമായി അർപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം ഒരു യാഗമാണെന്ന് നമുക്കറിയാമല്ലോ. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു.
സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ. നമ്മൾ വെറുതെ കൊണ്ട് അർത്ഥമില്ലാതെ സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല. സ്തോത്രം പറയുമ്പോൾ അത് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ട ഒരു പ്രത്യേക അനുഭവമാണ്. ദൈവത്തോടുള്ള ബന്ധത്തെ മുറുകെ പിടിക്കുവാൻ വേണ്ടി ആ ദൈവിക സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പായിക്കുന്ന ഒരു അനുഭവമാണ് സ്തോത്രം എന്ന് പറയുന്ന യാഗം. അത് ചുമ്മാത് ഈ കാണുന്നതെല്ലാം പറഞ്ഞേച്ച് സ്തോത്രം സ്തോത്രം എന്ന് വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ സ്തോത്രമാകില്ല. ആഴത്തിൽ ദൈവസന്നിധിയിൽ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ നന്ദി സൂചകമായി ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടതാണ് താങ്ക് യു ലോർഡ് എന്ന് പറയുമ്പോൾ. സ്തോത്രം എന്ന് പറയുമ്പോൾ നാം മലയാളത്തിൽ പലരും എപ്പോഴും നന്ദി കർത്താവേ നന്ദി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ആ ഒരു പ്രയോഗം ആരംഭിച്ചത്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. വാസ്തവത്തിൽ ഞാൻ മലയാളം പഠിപ്പിച്ച ഒരു പ്രൊഫസറാണ്. പക്ഷേ നന്ദി എന്നുള്ള വാക്ക് നല്ലൊരു വാക്കാണ്. എങ്കിൽ പോലും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന താങ്ക്സ് എന്ന് പറയുന്ന താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്ന ആ പ്രത്യേക കർമ്മം, അത് വെറുതെ ഒരു നന്ദി പ്രകടനത്തിലൂടെ എല്ലാവരോടും കാണിക്കുന്ന നന്ദി കൂടെ. എനിക്കൊരു ഉപകാരം ചെയ്തയാളുടെ അടുക്കൽ ചെന്ന് ഞാൻ സ്തോത്രം എന്ന് പറയത്തില്ല. താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണ് അർത്ഥം. സന്ദർഭത്തിനനുസരിച്ച് വാക്കുകളുടെ അർത്ഥത്തിന്റെ ആഴം കൂടുന്നുണ്ടെന്ന് ഓർക്കണം. എനിക്കൊരു ഉപകാരം ചെയ്തയാളിനോട് സ്തോത്രം എന്ന് ഞാൻ പറയത്തില്ല. ഉപകാരം ചെയ്തയാളിനോട് ഞാൻ പറയുന്നത് താങ്ക് യു നന്ദി എന്ന് മാത്രമേ പറയത്തുള്ളൂ. എന്നാൽ എനിക്ക് ഉപകാരം ചെയ്ത എന്റെ ദൈവത്തോട് ഈ മനുഷ്യനോട് പറഞ്ഞ താങ്ക് യു അല്ല ഞാൻ പറയുന്നത്. അവനോട് താങ്ക് യു പറയുമ്പോൾ കർത്താവേ നിനക്ക് സ്തോത്രം എന്നാണ് അർത്ഥം. ആ സ്തോത്രത്തിനൊരു പ്രത്യേക അർത്ഥമുണ്ട്, ഒരാഴമുണ്ട്, അതിനൊരു വിശുദ്ധിയുണ്ട്. ഇത് മനസ്സിലാക്കാതാണ് വലിയ ഉണർവുകാരൊക്കെ ഇപ്പോഴത്തെ എന്തോന്നാ വർഷിപ്പ് ഉണ്ടല്ലോ, അവരെല്ലാം പറയും നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി. അപ്പോൾ അപ്പുറത്ത് മാത്യു ഒരു ഉപകാരം ചെയ്താൽ മാത്യുവിനോടും പറയും നന്ദി നന്ദി മാത്യു, താങ്ക് യു മാത്യു എന്ന് പറയുന്നു. നന്ദി അല്ല. നാം ഒരിക്കലും മാത്യുവിനോട് സ്തോത്രം എന്ന് പറയത്തില്ല. മാത്യുവിനോട് എന്നും നന്ദിയെ പറയുള്ളൂ. എന്നാൽ കർത്താവിനോട് ഒരിക്കലും നന്ദി അല്ല പറയേണ്ടത്, കർത്താവിനോട് സ്തോത്രം തന്നെയാണ് പറയേണ്ടത് എന്ന് ബലമായി വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട വിശ്വാസിയാണ് കോശത്തലയ്ക്കൽ. ഞാൻ ഭാഷ പഠിച്ചിട്ടുള്ളവനായതുകൊണ്ട് പറയാം, ഭാഷയ്ക്ക് ഓരോ അവസരത്തിലും വ്യത്യസ്തമായ അർത്ഥങ്ങളാണുള്ളത്. ഓരോ വാക്കും ഓരോ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട വ്യത്യസ്തമായ തലങ്ങളിലാണ് അത് ഉപയോഗിക്കേണ്ടത്. എല്ലാം എടുത്ത് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് സ്തോത്രം തന്നെ ദൈവസന്നിധിയിൽ അർപ്പിക്കണം, നന്ദി അർപ്പിക്കുവാനല്ല. നന്ദി അർപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ധാരാളം ആൾക്കാരെ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. എന്നാൽ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കേണ്ടത് സ്തോത്രമാണ്. അതാണ് സ്തോത്രം എന്ന യാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിന്റെ രോഗത്തിന്റെ അവസ്ഥയിലും നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിലും എല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമ്മൾക്ക് തയ്യാറാവണം. ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട്, എൻ്റെ ജീവിതത്തിൽ രോഗത്തിന്റെ മധ്യത്തിൽ സ്തോത്രം പറഞ്ഞുകൊണ്ട്, മരണത്തിന്റെ മധ്യത്തിൽ സ്തോത്രം പറഞ്ഞുകൊണ്ട്, എനിക്ക് ഏറ്റവും വേദന നൽകുന്നതാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവളുടെ യാത്ര എന്ന് പറയുന്നത്. ആ സമയത്ത് പോലും ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞുകൊണ്ട്, ആ ഹൃദയത്തിന്റെ ആഴകളിൽ നിന്ന് കർത്താവേ നിനക്ക് സ്തോത്രം, ഈ ദാസിയെ നിന്റെ സന്നിധിയിലേക്ക് നീ സ്വീകരിക്കണമേ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര അയക്കുവാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. വാസ്തവത്തിൽ അതാ ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് മൈ മാഗ്ന കാർട്ട. സ്തോത്രം രോഗം വന്നാലും വിയോഗം വന്നാലും സ്തോത്രം പാടിയിടാൻ പഠിച്ചുമെന്ന്. ജീവിച്ചാലും, കാരണം എന്താണ്, ജീവിച്ചാലും മരിച്ചാലും എൻ യേശുവിൻ പൊന്മാർവിലല്ലോ വസിക്കുന്നു. റോമാലേഖനത്തിൽ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും കർത്താവിലാണ്. ജീവിക്കുന്നുവെങ്കിൽ കർത്താവിൽ, മരിക്കുന്നുവെങ്കിലും കർത്താവിലാണ്. അതുകൊണ്ട് ആ വലിയ വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിക്കുവാൻ നമ്മൾക്ക് കഴിയണം. നമ്മൾ അതിന് പരിശ്രമിക്കുകയാണ്. ആത്മീയമായ എക്സസൈസ്, ഒരു സ്പിരിച്വൽ എക്സസൈസ് നമ്മുടെ ജീവിതത്തിലും ഞാൻ അങ്ങനെ ചെയ്യും എന്ന് ആത്മാവിൽ ശാഠ്യം പിടിച്ചുകൊണ്ട് അത് ചെയ്യുവാൻ നാം യത്നിക്കണം എന്നുള്ളതാണ്. അതാണല്ലോ എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ ബോധപൂർവ്വം നടത്തുന്ന കായികാധ്വാനമാണ് എക്സസൈസ്. അതുപോലെ ബോധപൂർവ്വം നടത്തേണ്ട ആത്മീയമായ എക്സസൈസ്, സ്പിരിച്വൽ എക്സസൈസ് നമ്മുടെ ആത്മീയ ജീവിതത്തെ വളരെ സമ്പന്നമാക്കും എന്നുള്ള അർത്ഥമാക്കുന്നു. പിന്നീടുള്ള സ്ഥാനങ്ങൾ മാനങ്ങൾ ഒന്നും വേണ്ട, മണ്ണിൽ പേരും പെരുമയും തെല്ലും വേണ്ട,
നാഥന്റെ ആലയ വാതിൽ കാവൽക്കാരനാകാൻ കഴിഞ്ഞെങ്കിൽ എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് സാക്ഷ്യമാകുന്നില്ല. പേരും പെരുമയും ഒക്കെ ആഗ്രഹിച്ച ഒരു കാലമുണ്ടായിരുന്നു. സ്ഥാനങ്ങളും മാനങ്ങളും ആഗ്രഹിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിലും സ്ഥാനങ്ങളും മാനങ്ങളും എന്റെ ചുമലിൽ ഏൽപ്പിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം എന്റെ കർത്താവ് എന്ന് പറയുന്ന രാജാധിരാജനെ കണ്ടുമുട്ടിയതിനു ശേഷം അവന്റെ ശുശ്രൂഷകനായിരിക്കുന്നതിനേക്കാളും വലിയൊരു പദവിയില്ല എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു സ്ഥാനത്തിന്റെയും പുറകെ ഞാൻ പോയില്ല, ഒരു പദവികളുടെയും പുറകെ ഞാൻ പോയില്ല. ഇന്ന് വരെയും കർത്താവ് എന്നെ അനുഗ്രഹ നിറവോടെ സൂക്ഷിക്കുന്നു. എവിടെ ചെന്നാലും സ്നേഹിതരുണ്ട്, എവിടെ ചെന്നാലും സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന സ്നേഹിതരുണ്ട്, എവിടെ ചെന്നാലും സന്തോഷമുണ്ട്, കൂട്ടായ്മയുണ്ട്, ബലമുണ്ട്, അറിയപ്പെടുന്ന ഒരു ജീവിത സാഹചര്യം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സ്ഥാനവും മാനവും ഒന്നും വേണ്ട, പേരും പെരുമയും ഒന്നും വേണ്ട. അറിയാതെ ലഭിക്കുന്ന പേരും പെരുമയും ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിലൊന്നും പുകഴുന്ന ഒരാളല്ല. എന്നാൽ നാഥന്റെ ആലയ വാതിൽ കാവൽക്കാരനായിരിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം എന്റെ ജീവിതത്തിലുണ്ട്. എന്നും എന്റെ കർത്താവിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുവാൻ ദാവീദിനെ പോലെ ഏഴയായി ഞാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ലോക പിന്നെ ഉള്ള ആ സ്റ്റാൻസയില് ഈ ലോക ചിന്തകൾ ഏറുമ്പോൾ ക്രൂശിനെ കാണാനും കണ്ണു തുറക്കണമേ, രാഗാദി മോഹങ്ങളോടൻ ജഡത്തിനെ ക്രൂശിക്കുവാൻ, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുവാൻ എന്നെ നീ അനുവദിക്കണമേ എന്ന് എന്റെ നിരന്തരമായ ഒരു പ്രാർത്ഥനയാണ്. കാരണം സുവിശേഷ മേഖലയിൽ നിൽക്കുമ്പോൾ ഞാൻ തെറ്റിപ്പോകാൻ ധാരാളം സാധ്യതകൾ, അനേകരങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ട് വാസ്തവത്തിൽ. അതുകൊണ്ട് സുവിശേഷ മേഖലയിൽ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും തെറ്റിപ്പോകാതെ, ജഡികമായി തെറ്റിപ്പോകാതെ, മാനുഷികമായി തെറ്റിപ്പോകാതെ, ആത്മീകമായി തെറ്റിപ്പോകാതെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കണമെന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് അതാ നിർബന്ധമാണ് ഞാൻ അനുദിന പ്രാർത്ഥനയിൽ ആലപിക്കുന്ന ഒരു വാക്കാണിത്. കർത്താവെ, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ഓരോ നിമിഷവും ക്രൂശിക്കുവാനും ഓരോ നിമിഷവും ഉത്ഥാനം ചെയ്ത് പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിക്കുവാനും എന്നെ സഹായിക്കണമേ. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ഓരോ നിമിഷവും ക്രൂശിക്കുവാനും ഓരോ നിമിഷവും ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിക്കുവാനും എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയാണ് ഈ വരികളിൽ രാഗാദി മോഹങ്ങളോടൻ ജഡത്തിനെ ക്രൂശിക്കുവാൻ കൃപ നൽകണമേ എന്ന വരികളിലൂടെ ഞാൻ ഏറ്റുപറഞ്ഞിരിക്കുന്നു. അവസാനം കാണും വരെ നിന്നെ മേഘങ്ങളിൽ ദൂതനാദം മുഴങ്ങുന്ന നേരം വരെ എല്ലാം സഹിച്ചു നിന്നിടാൻ അവസാന നാളോളം ശക്തി പകർന്നിടണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ആ ഗാനം അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ദിസ് എ മാഗ്ന കോട്ട ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്, എൻ്റെ ജീവിതത്തിന്റെ മാർഗനിർദ്ദേശക ഒരു ഏറ്റുപറച്ചിലാണിത്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഒരു ഏറ്റുപറച്ചിൽ, ഇങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ, സമർപ്പണം ദൈവസന്നിധി നടത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് വളരെ സന്തോഷകരമാണ്. അതിന് നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാത്യു വർഗീസ്. പാട്ട് പാടാനാണോ? അതെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ട്, പഴയൊരു പാട്ടാണ്. പാസ്റ്റർ മുട്ടൻ ഗീവറീസ് എഴുതിയൊരു പാട്ട്. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ
താങ്ങി നടത്തിടും പൊൻകരത്താൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ മുന്നിലേറെ കരേറുകിലോ കാണുന്നില്ലേ മഴവില്ലതിന്മേൽ കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിടുമേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുതും നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ചെലൊടു തന്ത്രങ്ങളോ നീടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ ചുടിയോര ചീന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സുറപ്പുരം നീ അണയും വരെയും അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.